അവരോടൊക്കൊന്ന് പറയൂ നബിയേ, എൻ്റെ അടിമകളല്ലേ അവര്, എന്നിലേക്കല്ലാതെ എങ്ങോട്ടാണ് അവർക്ക് ഓടിപ്പോകാനുള്ളത്? മനുഷ്യരങ്ങനെയല്ല. ഒരു മനുഷ്യനെ പേടിയുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ നാലയലത്ത് നമ്മൾ പോവില്ല. എന്നാൽ അള്ളാഹുവിനെ പേടിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ അരികത്തേക്കല്ലാതെ എങ്ങോട്ടാണ് നമുക്ക് ഓടാനുള്ളത്? അതുകൊണ്ട് നബിയെ പറഞ്ഞു കൊടുക്കണം, എൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കില്ലേ എന്ന്. ഒരിക്കലും നിരാശപ്പെട്ടു പോകരുത്. എൻ്റെ കാരുണ്യം നിങ്ങളെ കാത്തിരിക്കുകയാണെന്ന് വരണേ. മൻ അതാനി യംശി അതൈതുഹു ഹർവല. എൻ്റെ അരികത്തേക്ക് ഒരാൾ നടന്നു വരികയാണെങ്കിൽ, നമസ്കാരക്കം തുടങ്ങിയിട്ടുള്ളൂ, അപ്പോഴേക്കും അല്ലാഹു അയാളിലേക്ക് ഓടിയെടുക്കുമത്രേ. ഒരു ചാണ് അരികത്തേക്ക് വന്നാൽ ഒരു മുഴം അല്ലാഹു അരികത്തേക്ക് അങ്ങോട്ടെടുക്കുമത്രേ. നമ്മുടെ ഭാഗത്ത് നിന്ന് എനിക്കെൻ്റെ റബ്ബ് വേണം, എൻ്റെ അല്ലാഹു വേണം, എൻ്റെ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളെ ശമിപ്പിക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിനിടയിൽ എൻ്റെ പരലോകവും എൻ്റെ റസൂലും എൻ്റെ ദുന്യാവും എൻ്റെ ഈമാനും എൻ്റെ ചാരിത്രശുദ്ധിയും എൻ്റെ എല്ലാ നന്മകളും എല്ലാവിധ സൽക്കർമ്മങ്ങളും ഉടഞ്ഞുടഞ്ഞില്ലായ്മ ചെയ്തു പോയിട്ടുണ്ട്. പടച്ചവനെ, എനിക്കൊന്ന് നന്നാവണം എന്ന ഒരു ചിന്ത വരുമ്പോഴേക്കും ആ മനുഷ്യന്റെ അരികത്തേക്ക് അല്ലാഹുവിന്റെ റഹ്മത്ത് ഓടി വരുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് അല്ലാഹു ജല്ല ജലാലുഹു. ഷദീദുൽ ഇഖാബാണ് പടച്ചവൻ. തൗൽ, എല്ലാ കഴിവുമുള്ള, എല്ലാ തരത്തിലും വേദനയുടെ അങ്ങേയറ്റമുള്ള വേദനിപ്പിക്കാൻ കഴിയുന്ന ശിക്ഷകൾ അല്ലാഹുവിനുണ്ട്. എന്നാൽ അല്ലാഹു അതോടൊപ്പം അർ-റഹ്മാനുർ റഹീം, കാരുണ്യവാനാണ് അല്ലാഹു. കരുണയുടെ അറ്റമില്ലാത്ത കാരുണ്യത്തിന്റെ ഉടമയാണ്. അല്ലാഹുമ്മ റഹംനാ ബിറഹ്മതിക. പടച്ചവന്റെ കരുണ കൊണ്ട് അല്ലാഹുവേ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പടച്ചവനെ, നമുക്ക് ആ ഒരു മനസ്സ് വരാനൊരവസരം കൂടെ ഈ റമളാനിലൂടെ അല്ലാഹു തന്നിരിക്കുകയാണ്. ഈ റമളാൻ അതിനുള്ള അവസരമാണ്. ബറാഅത്തിന്റെ രാവ് നാളത്തെ രാത്രി അല്ലേ, തിങ്കളാഴ്ച രാത്രി, ചൊവ്വാഴ്ചയുടെ പകൽ നമുക്ക് ശഅബാൻ 15 അങ്ങനെയല്ലേ നാട്ടിലെങ്ങനെ? ഇൻഷാ അല്ലാഹ് അടുത്തൊരു വർഷത്തേക്ക് നമ്മുടെ ഖളാഉകൾ അല്ലാഹു രേഖപ്പെടുത്തുമ്പോൾ അതിൽ ഖൈറുകൾ നമുക്ക് അല്ലാഹുവിനോട് ചോദിച്ചു വാങ്ങണം. 3 യാസീനുകൾ ഓതി അല്ലാഹുവിനോട് ഈമാൻ ഇസ്തിഖാമത്തിന് വേണ്ടി ദുആ ചെയ്ത്, ആയുസ്സിനും ആരോഗ്യത്തിനും ദീർഘായുസ്സിനും വേണ്ടി ദുആ ചെയ്ത്, ആഖിബത്ത് നന്നായി കിട്ടാൻ വേണ്ടി ദുആ ചെയ്ത്, അർസാഖുകൾക്ക് വേണ്ടി പടച്ചവനോട് ചോദിച്ചു വാങ്ങേണ്ട ഒരു രാത്രിയാണ് നാളത്തെ രാത്രി. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമുക്കതിന് തൗഫീഖ് തരട്ടെ. ഈ സദസ്സ് നമുക്ക് അങ്ങനെ ഖൽബ് കൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങാനും ശരീരം കൊണ്ട് ഇബാദത്ത് ആസ്വദിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إنما التوبة على الله للذين يعملون السوء بجهالة ثم يتوبون من قريب فأولئك يتوب الله عليهم وكان الله عليما حكيما. തീർച്ചയായും അല്ലാഹു തൗബ സ്വീകരിക്കുന്നത്, ഇന്നമത് തൗബതു അലല്ലാഹ്, അല്ലാഹു തൗബ സ്വീകരിക്കുന്നത് ലില്ലദീൻ യഅമലൂന അസ്സൂഅ ബിജഹാല, അറിവില്ലായ്മയോടുകൂടെ തിന്മകൾ ചെയ്യുന്നവർക്കാണ് എന്ന് പറഞ്ഞ ആയത്തിന് മഹാനായ അല്ലാമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ബിജഹാലത്തിൻ എന്നതിന് അൻ ഇൽമിൻ, ബോധ്യത്തോടുകൂടെ തിന്മ ചെയ്തവർക്ക് തന്നെ എന്ന് അതിനെ വ്യാഖ്യാനിച്ചു. അറിവില്ലായ്മ കൊണ്ട് തെറ്റുപറ്റിയവർ,
അവരുടെ തൗബയെ അല്ലാഹു സ്വീകരിക്കൂ എന്നാണ് ആ വാക്കിന്റെ പ്രത്യക്ഷാർത്ഥം. പക്ഷെ അതിന്റെ വ്യാഖ്യാനം അൻ ഇൽമിൻ, ബോധ്യത്തിൽ തെറ്റ് ചെയ്തവർക്കും അല്ലാഹു തൗബ സ്വീകരിക്കുന്ന. ثم يتوبون من قريب, തെറ്റുകൾ സംഭവിച്ചു പോയാൽ പിന്നെ ഉടനെ തന്നെ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചുകൊണ്ട് മടങ്ങുന്നവർ അറിവോടുകൂടെ ബോധ്യത്തോടുകൂടെ തിന്മകൾ ചെയ്തവരാണ്. പക്ഷേ ഉടനെ തന്നെ റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങും. അല്ലാഹുവേ റബ്ബനാ ഗലബത് അലൈനാ ശിഖ്വതുനാ, അല്ലാഹുവേ ഞങ്ങളുടെ പാപങ്ങൾ കൊണ്ട് പങ്കിലമായ ഞങ്ങളുടെ ശരീരം ഞങ്ങളോട് തിന്മ ചെയ്യാൻ പ്രേരിപ്പിച്ചു. റബ്ബേ ഞങ്ങളിൽ തെറ്റുകൾ സംഭവിച്ചു പോയി, എനിക്ക് മാപ്പുതാ. രാത്രി തെറ്റ് ചെയ്തവര് പകലാകും മുമ്പ് തൗബ ചോദിക്കണം, അല്ലാഹുവിനോട് തൗബ ചെയ്തിരിക്കണം. പകലിൽ തെറ്റ് ചെയ്തവർ രാത്രിയാകുമ്പോഴേക്കും തൗബ ചെയ്യണം. ഇല്ലെങ്കിൽ ആ രാത്രി തൗബക്ക് വേണ്ടി അല്ലാഹുവിന് വേണ്ടി തൗബ ചെയ്യാൻ മാറ്റിവെക്കണമത്രേ. മലക്കുകളോട് അല്ലാഹു പറഞ്ഞിരിക്കുകയാണ്, എൻ്റെ അടിമകൾ തിന്മ ചെയ്താൽ 6 മണിക്കൂർ നേരത്തേക്ക് ആ തെറ്റ് നിങ്ങൾ എഴുതി വെക്കരുത്. 6 മണിക്കൂർ. എന്തേ? അതിനിടക്ക് അവൻ തൗബ ചെയ്യാം, എനിക്ക് പറ്റിപ്പോയി റബ്ബേ ഇനി ഞാൻ ചെയ്യില്ലെന്ന് അല്ലാഹുവിനോട് ഖേദിച്ച് വാക്ക് കൊടുക്കാൻ അവർക്ക് അവസരമുണ്ടെങ്കിൽ ആ തെറ്റ് അല്ലാഹുവിന്റെ മലക്കുകൾ എഴുതി വെക്കുന്നില്ലെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 6 മണിക്കൂർ കഴിഞ്ഞിട്ടും ഒരു അനക്കം വരുന്നില്ല ഖൽബിൽ നിന്ന് തെറ്റുപറ്റിയെന്ന്. അപ്പോഴേ ആ തെറ്റ് എഴുതി വെക്കുന്നുള്ളൂ. നന്മകൾ അങ്ങനെയല്ല, ചെയ്താൽ ഉടനെ അപ്പോൾ രേഖപ്പെടുത്തും. തെറ്റുകൾക്ക് 6 മണിക്കൂർ സമയം മലക്കുകൾ ഇങ്ങനെ പേന പിടിച്ച് രേഖപ്പെടുത്താതെ അവർ കാത്തുവെക്കുമെന്നാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യമല്ലേ, പടച്ചവന്റെ വലിയ കാരുണ്യമല്ലേ അത്? അല്ലെങ്കിൽ അതപ്പം തന്നെ എഴുതാൻ പറഞ്ഞ പോരെ? തൗബ ചെയ്യുമോ പശ്ചാത്തപിക്കുമോ എന്ന് അല്ലാഹു നോക്കുകയാണ്, അല്ലാഹു പരിശോധിക്കുകയാണ്. ليست التوبة للذين يعملون السيئات حتى إذا حضر أحدهم الموت قال إني تبت الآن ولا الذين يموتون وهم كفار أولئك أعتدنا لهم عذابا أليما. മരിക്കുന്ന സെക്കൻഡ് വരെ കാത്തുവെച്ചിരിക്കുകയും മരണം കൺമുമ്പിൽ കാണുമ്പോൾ മാത്രം പശ്ചാത്തപിക്കുകയും ചെയ്യുന്നവരെ അല്ലാഹു ആ തൗബ സ്വീകരിക്കുകയില്ല. വലല്ലദീന യമൂതൂന വഹും കുഫാർ, നിരീശ്വരവാദത്തിലേക്ക്, നാസ്തികതയിലേക്ക്, പടച്ചവനില്ലെന്ന ചിന്താഗതികളിലേക്ക്, ഏതെങ്കിലും ഫേസ്ബുക്ക് പേജുകളിലേക്ക് സ്ഥിരമായി അടഞ്ഞിരുന്ന് ഈ ലോകത്തെക്കുറിച്ചോ പരലോകത്തെക്കുറിച്ചോ ഒരു ചുക്കുമറിയാത്ത പഠിച്ചവരോ അഭ്യസ്ത വിദ്യരെന്നോ സ്വയം വാദിക്കുന്ന ആളുകളുടെ ഗീർവാണങ്ങൾ കേട്ടുകൊണ്ട് ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നവർ, നിസ്കാരം നിർത്തിവെക്കുന്നവർ, പടച്ചവനെക്കുറിച്ചുള്ള അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്നവർ, റസൂലുള്ളാഹി തങ്ങളുടെ പരിശുദ്ധമായ സത്യസന്ധമായ മനോഹരമായ ജീവിതത്തെ പോലും ചോദ്യം ചെയ്തുകൊണ്ട് അങ്ങനെയാണ് മരിച്ചു പോകുന്നതെങ്കിൽ അവരെയും അല്ലാഹു സ്വീകരിക്കുകയില്ല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഉലൈക അഅതനാ ലഹും അദാബൻ അലീമാ. പടച്ചവനില്ല എന്നൊരു വിശ്വാസത്തിലാണ് ഒരാൾ മരിച്ചു പോകുന്നതെങ്കിൽ, മരണം മുഖാമുഖം റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നത് വരെ പശ്ചാത്തപിക്കാതെ കാത്തുവെക്കുന്നവരാണെങ്കിൽ അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ടായിരിക്കുമെന്നും അല്ലാഹുവിന്റെ വചനം. അല്ലാഹു നമുക്ക് തൗബ വളരെ പെട്ടെന്ന് തൗബ ചെയ്ത് റബ്ബിലേക്ക് സംശുദ്ധരായി മടങ്ങാൻ, ആഖിബത്ത് നന്നായി പുഞ്ചിരിച്ചുകൊണ്ട് സ്വർഗം കണ്ടുകൊണ്ട് ഈ ലോകത്തോട് യാത്ര പറഞ്ഞ് അടുത്തൊരു യാത്രയിലേക്ക് പ്രവേശിക്കാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനേ. ഈ പരിശുദ്ധ രാവിനെ അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അല്ലാഹു നമ്മുടെ മക്കളിൽ, നമ്മുടെ വിദ്യാർത്ഥിനികളിൽ, നമ്മുടെ യുവജനങ്ങളിൽ, യുവാക്കളിൽ, യുവതികളിൽ അല്ലാഹു തആല ഈമാനിന്റെ പ്രഭയും ഈമാനിന്റെ നൂറും അവരുടെ മുഖത്തും അവരുടെ കർമ്മങ്ങളിലും അല്ലാഹു കാണിച്ചു തരട്ടെ. നല്ല ഹിജാബ് ഇട്ട മക്കളാണ്, പക്ഷേ സോഷ്യൽ മീഡിയയിലൊക്കെ അവരിങ്ങനെ അരങ്ങ് തകർക്കുന്നത് ഡാൻസ് ചെയ്തിട്ടും സെൽഫി എടുത്തിട്ടും പാട്ടുപാടുന്ന സദസ്സുകളിലൊക്കെ സ്റ്റേജിൽ കയറി സിംഗേഴ്സിന്റെ കൂടെ ഒക്കെ സെൽഫി എടുത്തിട്ടും നല്ല തട്ടൊക്കെ മറിച്ചിട്ടുണ്ട്. അത് ഭയങ്കര അത്ഭുതം.
പക്ഷെ ആ കുട്ടികൾക്ക് എന്താണ് ദീനെന്ന് അറിഞ്ഞിട്ടില്ല. തട്ടങ്ങ ചുറ്റിക്കെട്ടിയ പിന്നെന്തും പറ്റുമെന്നാണ് വിചാരിച്ചത്. അങ്ങനത്തെ വല്ലാത്തൊരു വിവരക്കേട് എന്നാണോ ഇതിനെ വിളിക്കേണ്ടത്, വിവരം കൂടിപ്പോയതാണോ അറിയുന്നില്ല. നാളെ രാത്രി ഈ സമയം എനിക്ക് സമർക്കന്ത് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിനികൾക്കും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നാളെ ഈ രാത്രി 9 മണിക്ക് എനിക്ക് അവിടെ ഒരു ക്ലാസ് ഉണ്ട്. നമ്മുടെ നാട്ടുകാരായ കുട്ടികളൊക്കെ ഒന്ന് കാണാനാണ് പോകുന്നത്. നാട് വിട്ടു പോകുമ്പോഴേ മക്കളെ കുറിച്ച് നമുക്ക് വലിയ പ്രതീക്ഷയാണ്, അതിലേറെ വലിയ ബേജാറുമാണ്. അങ്ങനെ ഒരു വിദ്യാർത്ഥിനി അതുപോലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 3 കൊല്ലം പൂർത്തിയായി. പക്ഷെ അതിനിടക്ക് ഒരപകടത്തിൽ ചെന്ന് പോയി പെട്ടു. അവൾക്ക് വല്ലാത്ത സങ്കടമായി. അവനറ്റ കല്യാണം കഴിക്കാൻ തയ്യാറുമല്ല. അവരുടെ ശരീരത്തിന്റെ വിശുദ്ധിയാണെങ്കിലോ നഷ്ടപ്പെടുകയും ചെയ്തു. മാനസികമായി വലിയ സംഘർഷത്തിൽ. ഇനി ഞാൻ മലിനമായി പോയല്ലോ, ഇനി ഞാനൊരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് എൻ്റെ ഭർത്താവായി ആവാനിരിക്കുന്ന ആ മനുഷ്യനോട് ഞാൻ ചെയ്യുന്ന വഞ്ചനയല്ലേ എന്ന് പറഞ്ഞ ആ കുട്ടിക്ക് പൊട്ടിക്കരയാൻ ഈമാനുകൊണ്ട്, ഈമാനിന്റെ ശകലം ബാക്കിയുള്ളതിൻ്റെ പേരിൽ ആ കുട്ടിക്ക് സാധിച്ചു. അങ്ങനെ കരയാത്ത എത്ര മക്കളുണ്ട് കൂളായിട്ട് അത് കഴിഞ്ഞു അതിനെന്താ എന്ന് ചിന്തിക്കുന്നവർ ആലോചിച്ച് നോക്കണം. വല്ലാത്തൊരു ലോകമാണ്. ഇതിനിടയിൽ എവിടെയെങ്കിലും ഒരു ഈമാനിന്റെയോ തഖ്വയുടെയോ പടച്ചവനെ കുറിച്ചോ ഉള്ള ചിന്താശകലങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ലഭിക്കുകയാണെങ്കിൽ അത് നമുക്ക് വലിയൊരു രക്ഷയായിരിക്കും. നമ്മുടെ പെൺകുട്ടികളാണ് അറ്റാക്ക് ചെയ്യപ്പെടുന്നത്. ഫിസിക്കൽ അറ്റാക്കിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. സോഷ്യൽ അറ്റാക്ക്, കൾച്ചറൽ അറ്റാക്ക്, ഇമോഷണൽ അറ്റാക്കുകൾ നമ്മുടെ മക്കൾക്കെതിരെയാണ് ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അറിഞ്ഞും അറിയാതെയോ പെൺകുട്ടികളെയാണ് ടാർഗറ്റ് ചെയ്യുക. കാരണം അവർ വഴിതെറ്റി കിട്ടിയാൽ അവരിലൂടെ വഴിതെറ്റുന്നത് ഒരു കുടുംബം ഒന്നാകെയാണ്. അവർക്ക് ജനിക്കുന്ന മക്കള്, അവരുടെ ഭർത്താവ്, അവരുടെ വീട്ടുകാര്, അവരുടെ പരിസരങ്ങൾ, അവരുടെ സൗഹൃദം, ഇത് മുഴുവൻ വഴിതെറ്റിപ്പിക്കാൻ ഒരു പെണ്ണിന് കഴിയും. ആണിനങ്ങനെ കഴിഞ്ഞോണമെന്നില്ല. ഒരു പെൺകുട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന ഇമ്പാക്റ്റ് വലുതാണ്. പോസിറ്റീവ് ആണെങ്കിലും അങ്ങനെയാണ്. നല്ല പോസിറ്റീവ് ഇമ്പാക്റ്റ് ചെയ്യുന്ന, നല്ല പഠിച്ച് നല്ല വിദ്യാഭ്യാസമുള്ള ഡോക്ടേഴ്സും അല്ലാതെ സയന്റിസ്റ്റുകളും ഒക്കെയായി സമൂഹത്തിന് നന്മ പറഞ്ഞു കൊടുക്കുന്ന എത്രയോ പെൺകുട്ടികൾ, എത്രയോ സഹോദരിമാർ നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരും നമ്മൾ കാണാതിരിക്കുകയല്ല. പക്ഷേ ആ വലിയ നന്മകളൊക്കെ ചില ആളുകളുടെ വിവരമില്ലായ്മയുടെ ചില ഇടപെടലുകളെ കൊണ്ട് അപ്രഭമാവുകയാണ്. നമ്മൾ അതിലാണ് വേദനിക്കുന്നത്. വിദ്യാർത്ഥികളോട്, ചെറുപ്പക്കാരോട് ഒരു കാര്യം പറയാൻ, يسر مقلته ما ضر مهجته لا مرحبا بسرور بعده الندم. കണ്ണുകളാണ് ഒരു മനുഷ്യനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. കണ്ണുകളിലൂടെയാണ് ഇൻഫോർമേഷൻ, സെൻസുകൾ, ഇമോഷനുകൾ നമ്മുടെ ബ്രെയിൻ തിരിച്ചറിയുന്നത്. കണ്ണിലൂടെയാണ് സന്തോഷവും സങ്കടവും വരുന്നത്. കണ്ണിന്റെ കാഴ്ചയിലൂടെയാണ് അറിവും അറിവില്ലായ്മയും നമുക്ക് ലഭിക്കുന്നത്. മനുഷ്യൻ കാണുന്നതാണ് ഒരു മനുഷ്യന്റെ വിചാരങ്ങളായി, പിന്നീട് കർമ്മങ്ങളായി, വ്യക്തിത്വമായി മാറുന്നത്. നിങ്ങൾ എന്താണോ ഏറ്റവും കൂടുതൽ കാണുന്ന വിഷയം, അതാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ നന്മയാണെങ്കിൽ അതാണ് ജീവിതത്തിന്റെ നന്മ. അത് തിന്മയാണെങ്കിൽ ജീവിതത്തിന്റെ വലിയൊരു പ്രതിസന്ധിയും അതുതന്നെയാണ്. അത് മനസ്സിലാക്കിയിട്ട് അതിനുവേണ്ടി ഒരുങ്ങണം. കണ്ണുകളെ നിയന്ത്രിക്കാതെ, കണ്ണുകൾക്ക് നിയന്ത്രണം കൊടുക്കാതെ പുരുഷന്മാരെ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, വിദ്യാർത്ഥികളെ, അന്യൊരു പുരുഷൻ അന്യൊരു പെണ്ണിനെ കാണുന്നത്, ഇടപഴകുന്നത് വിശുദ്ധ ഇസ്ലാം കർശനമായി നിയന്ത്രിച്ചിട്ടുള്ളതാണ്.
ഇനിയൊരു തലമുറയോട് വാഴ്ന്നു പറഞ്ഞാൽ അങ്ങനൊക്കെ ഉണ്ടോയെന്ന് ചോദിക്കും. എന്തേ? കല്യാണപ്പുരയിൽ ഇപ്പോൾ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സെപ്പറേറ്റ് ഭക്ഷണമൊന്നുമില്ല, അങ്ങോട്ട് പോയി ഇരിക്കലെന്നെ. വരുന്നോരിരിക്കും, ഇപ്പുറത്തൊരു വെമ്പറന്നോൾ ഇരിക്കണ്ട, അപ്പുറത്തൊരു ആമ്പറന്നോ ഇരിക്കണ്ട, അതിൻ്റെ അപ്പുറത്ത് വേറെ കുട്ടി ഒന്നുണ്ട്, അപ്പുറത്ത് വേറെ ചെറുപ്പക്കാരി പെണ്ണിരിക്കുന്നുണ്ടാവും. ആണും പെണ്ണും കൂടി കലർന്ന് ഒരു ലജ്ജയില്ലായ്മ നമ്മുടെ നാട്ടിലൊക്കെ ഇത്ര പെട്ടെന്ന് വരുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല കേട്ടോ, സത്യം പറയാലോ. ഇത്ര പെട്ടെന്ന് കല്യാണങ്ങൾക്ക് ആണുങ്ങൾക്ക് അങ്ങനെ സെപ്പറേറ്റ് ഭക്ഷണം കഴിക്കുന്ന ഒരു ഏരിയ, പെണ്ണുങ്ങൾക്ക് സെപ്പറേറ്റ്, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കള്ളാടുണ്ട്, അങ്ങനെ എടുത്തു പോയിക്കണോ? ഉണ്ട്, ബാക്കിയുണ്ട്. അൽഹംദുലില്ലാ. ഞാൻ നിങ്ങളോടല്ല, ഞാൻ ഒന്നും പറയുന്നില്ല, വിട്ടു. ചില നാട്ടിലൊക്കെ അങ്ങനെ ഉണ്ട്. അതൊക്കെ കൂടിക്കലർന്ന് പോട്ടെ. ഭക്ഷണം ചൂടാറൂലെന്ന്, ചൂടുള്ളത് ഇങ്ങനെ ആണും പെണ്ണ്, എന്താ ഭക്ഷണം എല്ലാവർക്കും കൊടുക്കാൻ വെച്ചതല്ലേ, അങ്ങോട്ട് കഴിച്ചു വേഗം പൊയ്ക്കോട്ടെ. ആണുങ്ങളും പെണ്ണുങ്ങളും മിക്സ് ആവാത്ത രീതിയിലൊക്കെ അത് ചെയ്യാൻ, അങ്ങനെയൊക്കെ എന്തിന്, അതൊക്കെ പഴമല്ലേ എന്ന് പറഞ്ഞു തുടങ്ങുന്നൊരു കാലം. കണ്ണ് കാണാത്ത ഒരു ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യാൻ ഒരു സഹോദരി, അല്ലാഹു സഹോദരന് കാഴ്ച ശക്തി നൽകി അനുഗ്രഹിക്കട്ടെ. ഓക്കെ. പിന്നൊരു സഹോദരി ഒരല്പം പൈസ ഇതിൽ ഏൽപ്പിച്ച് പള്ളിക്ക് വേണ്ടി അതെൻ്റെ കയ്യിൽ തന്നു കൊടുക്കണമെന്ന് സംഘാടകരോട് പറഞ്ഞു. ഞാനത് അവർക്ക് വേണ്ടി വക്കീലായിട്ടിടാണ്. അള്ളാഹു അത് സ്വീകരിക്കട്ടെ, ഇവിടെ ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തിയാക്കി തരട്ടെ. നാളെ സമദ് ഉസ്താദിൻ്റെ വാദുണ്ടാവും, ചെറുമോത്ത് ഉസ്താദിൻ്റെ ദുആയും നാളെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അള്ളാഹ് നിങ്ങൾക്ക് നൽകപ്പെടുന്ന കവറിൽ നിങ്ങൾ നല്ലൊരു സംഭാവന, നമ്മുടെ പള്ളിയുടെ ഒരു സസ്റ്റൈനബിൾ ഇൻകം, നമുക്ക് സ്ഥിരമായൊരു വരുമാനം നമ്മുടെ പള്ളിക്ക് വേണ്ടി കണ്ടെത്തേണ്ടതുണ്ട്. അതിനു വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് ഈ പരിപാടിയുടെ പിറകിലുള്ള ലക്ഷ്യം. അതുകൊണ്ട് എല്ലാവരും നാളത്തെ പരിപാടിക്ക് വരുമ്പോഴേ അതൊന്ന് കാര്യമായിട്ടൊന്ന് കരുതണേ. ഇല്ലാത്തവർക്ക് ഗൂഗിൾ പേ സംവിധാനം വരെ ഉണ്ട്. അടച്ചാണ് ബക്കറ്റും ഒരു ഗൂഗിൾ പേ ഒട്ടിച്ചൊക്കെ നല്ലതാണ്. പൈസ തരാൻ ഉണ്ടോ? അതും ഉണ്ട്. വല്ലാത്ത കാലം അല്ലേ. അൽഹംദുലില്ലാ, നല്ലതിന് വേണ്ടി ഉപയോഗിക്കുക. അൽഹംദുലില്ലാ. എനിക്ക് ഗൂഗിൾ പേ ഇല്ലാതെ എങ്ങനെ ചെയ്യലെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ അത് നാട്ടിൽ നന്നായിട്ട് നടക്കുന്നൊരു സംഗതി. ആപ്പിൾ പേ ഉണ്ട് കേട്ടോ, അത് ഗൂഗിൾ പേ ഇല്ല എന്നുള്ളൂ, ആപ്പിൾ പേ ചെയ്യുന്നുണ്ട്. ഇരിക്കട്ടെ. അപ്പം ഏതായിരുന്നാലും നമ്മുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പരിശ്രമങ്ങളൊക്കെ വിജയിപ്പിക്കട്ടെ. ആമീൻ. കാര്യമായിട്ടൊരു സംഭാവന നാളെ ഉസ്താദിൻ്റെ ദുആ മജ്ലിസാണ്. അതുകൊണ്ട് ഇജാബത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു മജ്ലിസാണ്. അല്ലാഹു തആല നമ്മളെന്നത് സ്വീകരിച്ച് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, കണ്ണുകളെ കൊണ്ട് നോക്കാൻ പാടില്ലാത്തത് ആണും പെണ്ണും നിയന്ത്രിച്ചില്ലെങ്കിൽ നമ്മുടെ ഈമാൻ അങ്ങ് ചോർന്നു പോകും. അത് ചെറുപ്പക്കാരെ, കുട്ടികൾ മനസ്സിലാക്കണം. 15-16 വയസ്സ് മുതൽ നിങ്ങൾ സ്കൂളിലാണെങ്കിലും, 16 വയസ്സിനൊക്കെ പ്രായപൂർത്തിയായി, നിങ്ങൾ കോളേജിലാണെങ്കിലും കൂടെ ഗേൾസും ബോയ്സും ഇരിക്കുന്ന ക്ലാസ് റൂം ആയിരിക്കും. അങ്ങനെയായിരിക്കും ഒരു കോളേജിന്റെ സിസ്റ്റം. നമ്മുടെ രാജ്യത്തിന്റെ സംവിധാനത്തിൽ അതൊക്കെ അനുവദിക്കപ്പെടുന്നതാണ് എന്ന് വിചാരിച്ച് എൻ്റെ ശറഅ് എൻ്റെ കണ്ണുകളെ നിയന്ത്രിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മുടെ 10th കഴിഞ്ഞ കുട്ടികൾ നിർബന്ധമായും, അതിൻ്റെ മുമ്പുള്ളവരും 9ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് മുതൽ നഴ്സറി മുതൽ തന്നെ പറയേണ്ടി വരും. പ്രായപൂർത്തിയാകുന്നതോടുകൂടെ വിചാരവും ചിന്തയും മനുഷ്യനിൽ വരുന്നതോടുകൂടെ ആ കുട്ടിയുടെ ജീവിതത്തിൽ നിയന്ത്രണം വേണം. അന്യ പെണ്ണിനോട്, ഒരു പെൺകുട്ടിയോട് സംസാരിക്കുന്നിടത്ത് കടുത്ത നിയന്ത്രണം ശറഅ് വെച്ചിരിക്കുകയാണ്. അത് കൂടെ പഠിച്ചു, ക്ലാസ്മേറ്റ്, അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ടൊന്നും ഹലാലാവില്ലല്ലോ. അതുകൊണ്ടാണ് നിങ്ങൾ 990-ലെ 10ാം ബാച്ച് സംഗമം, 2000-ലെ +2 ബാച്ച് സംഗമം എന്നൊക്കെ പറയുമ്പോഴേ നാട്ടിലെല്ലായിടത്തും ഇതൊക്കെ നടക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അതിലൊക്കെ വലിയ ഡേഞ്ചറുകളുണ്ട് എന്ന് അനുഭവത്തിലൂടെ, നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. ആ സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ പ്രേമൊക്കെ മറന്ന് മായ്ച്ച് തേഞ്ഞു മാഞ്ഞ് ഇല്ലാതെ പോയതാ. പിന്നെയാണ് ഇതൊക്കെ രണ്ടാമത് കണ്ടുമുട്ടുന്നത്. അപ്പൊ ഇബ്ലീസ് അവിടെ ശരിക്കൊന്ന് വർക്കൗട്ട് ചെയ്യും. അതുകൊണ്ട് ഫിത്തനകൾ ഉണ്ടാകും, മനസ്സുകളിലേക്ക് വേണ്ടാത്ത ചിന്തകൾ വരും. അത് പിന്നെ പാതകത്തിലേക്ക് മാറും. അത് പിന്നെ അപകടത്തിൽ ചെന്ന് ചാടും. പിന്നെ ദുഃഖിക്കും. പിന്നെ കുടുംബം തെറ്റിപ്പോകും.
തൻ്റെ കുടുംബജീവിതം തകർന്നു പോകും. അങ്ങനെ എത്രയൊക്കെ സംഭവങ്ങൾ മഹാന്മാർ അതിൽ ഉണർത്തിക്കൊണ്ടാണ് ഈ 2 വരി പാടിയത്. യസുറു മുഖലതഹു മാ ضر മുഹജതഹു ലാ മർഹബൻ ബിസുറൂരിൻ ബഅദഹു നദം. കണ്ണിനെ സന്തോഷിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ നോക്കുന്നത്. കണ്ണിന് സന്തോഷം നൽകുന്നതാണ്. ഒരു അന്യൊരു പുരുഷൻ ഒരു അന്യ സ്ത്രീയെ, ഒരു അന്യ സ്ത്രീ ഒരു അന്യ പുരുഷനെ, അതിന് ഇൻസ്റ്റഗ്രാമിലാവട്ടെ, ഞങ്ങളുടെ ഫേസ്ബുക്കിലാവട്ടെ, ഇനി വേറെ ഏതെങ്കിലും ഇനി ബുക്ക് വരാണ്ടോന്ന് അറിയില്ല, ഏത് പ്ലാറ്റ്ഫോമിലാവട്ടെ, അതിലൂടെ നമുക്കൊരു നോട്ടം സംഭവിച്ചു കഴിഞ്ഞാൽ ആ നോട്ടം നിങ്ങളുടെ ശരീരത്തെ ആസ്വദിപ്പിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങളുടെ ആത്മാവിനെ വേദനിപ്പിക്കുന്നുണ്ട്. യളുറു മുഹജതഹു, നമ്മുടെ ആത്മാവ് പിടക്കുന്നുണ്ട് അവിടെ. എന്തേ? ഒരു നിക്കാഹിലൂടെ എനിക്ക് ഹലാലാവാത്ത ഒരാൾ, എങ്ങനെയാണ് ഞാൻ അവരുമായി സൗഹൃദമുണ്ടാക്കുക? വെറുതെ ഒരു ഫ്രണ്ടാണ് എന്ന് പറയും ചില ആൺകുട്ടികളും പെൺകുട്ടികളും. അങ്ങനെ എൻ്റെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോഴേക്കും എന്താ ഉസ്താദന്മാർക്ക് എന്താ അത്ര പ്രശ്നം? ഒരു പ്രശ്നമില്ല മോനെ. അള്ളാഹുവിൻ്റെ ശരീഅത്തിന്റെ വിഷയം മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ഞാനൊരു മിയർ ഫ്രണ്ടാണ്. അങ്ങനെ ഒരു പെണ്ണിൽ ഒരല്പമെങ്കിലും സൗന്ദര്യം എവിടെയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ, വെറും ഒരു ഫ്രണ്ട് എന്നവൻ പറഞ്ഞു നടക്കുകയാണെങ്കിൽ, ഒന്നുകിലും അവൻ ആണാവില്ല, അല്ലെങ്കിൽ അവനിൽ ആണത്വമുണ്ടാവില്ല, അല്ലെങ്കിൽ അവനൊരു ദിവ്യനായിരിക്കണം. മനുഷ്യനാണോ? എപ്പോഴെങ്കിലും ഒരു സമയത്ത് നിന്നോടൊരു കാര്യം എനിക്ക് തുറന്ന് പറയാനുണ്ടായിരുന്നു എന്നൊരു മെസ്സേജ് അവൻ ആ പെണ്ണിന് കൈമാറിയിരിക്കും. അതാണ് തിന്മയിലേക്കുള്ള വാതിൽ. ഒരു കാര്യം ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാനൊരു കാര്യം തുറന്നു പറഞ്ഞോട്ടെ എന്ന് കുറച്ചു കാലം കഴിഞ്ഞാലെങ്കിലും ഇവൻ അവളോട് പറയും. അവളിൽ ഒരൽപ്പം സൗന്ദര്യം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, അവനാണെങ്കിൽ. എന്തേ? മാ ഖല റജുലുൻ ബിംറഅത്തിൻ ഇല്ലാ കാന ശൈത്വാനു സാലിസഹുമാ. ഒരാണൊരു പെണ്ണിനെ കണ്ടുമുട്ടുമ്പോ ആ 2 പേരിന്റെ കൂടെ മൂന്നാമനായി പിശാചുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.